കർണാടകയിൽ ബണ്ട്വാളയിൽ അബ്ദുൾ റഹ്മാന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കന്നഡയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് കർണാടക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. കേസിൽ 15 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മംഗളൂരു ബണ്ട്വാളിൽ ചൊവ്വാഴ്ചയാണ് പിക്കപ്പ് ലോറി ഡ്രൈവറായ അബ്ദുൾ റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ദക്ഷിണ കന്നഡയിൽ തുടരുന്ന അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോലീസിന് നിർദ്ദേശം നൽകി. അബ്ദുൾ റഹ്മാന്റെ കൊലപാതകത്തിന് ജില്ലയിൽ അടുത്തിടെ നടന്ന കൊലപാതകങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാനും നിർദ്ദേശം. അബ്ദുൾ റഹ്മാനൊപ്പം വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഇംതിയാസ്, ദൃക്സാക്ഷി മുഹമ്മദ് നിസാർ എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 15 പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കൊല്ലപ്പെട്ട റഹ്മാന്റെ പരിചയക്കാരായ ദീപക്, സുമിത് എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു അബ്ദുൾ റഹ്മാൻ. കേസിൽ നീതി ഉറപ്പാക്കണമെന്ന് സഹോദരി ഷബാന പറഞ്ഞു. ಅವರನ್ನು ಕೊಲ್ಲಬೇಕು, ನಮಗೆ ನ್ಯಾಯ ಬೇಕು. ನಮಗೆ ಯಾರು ಇಲ್ಲ, ನಮಗೆ ನಮ್ಮ ತಮ್ಮ ಮಾತ್ರ ಇರುವುದು. ಅಪ್ಪ ಅಮ್ಮ ಪ್ರಾಯ ಆಗಿ ಅವ್ರಿಗೆ ಹುಷಾರಿಲ್ಲ, ಚಿಕ್ಕ ಮಕ್ಕಳಿರುವುದು. ನಮಗೆ ನ್ಯಾಯ ಬೇಕು. പ്രതികാരം ചെയ്യാൻ മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ നിത്യസംഭവമായി മാറുകയാണെന്നും ദക്ഷിണ കന്നഡയിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരಮೇಶ್ವರ പറഞ്ഞു. ಸರ್ಕಾರಿ ಆದೇಶವನ್ನ ನಿನ್ನೆ ದಿವಸನೇ ಬಿಡುಗಡೆ ಮಾಡಿದ್ದೇವೆ. ಅದರಲ್ಲೇ ನಾವು ಆಂಟಿ ನಕ್ಸಲ್ ಫೋರ್ಸ್ ಅನ್ನ ಮುಚ್ಚಬೇಕು ಅಂತ ಹೇಳಿ ನಾವು ಅಂದ್ಕೊಂಡಿದ್ದು. ಆ ಫೋರ್ಸ್ ಅನ್ನ ಅರ್ಧ ಭಾಗ ಫೋರ್ಸ್ ಅನ್ನ ಈ ಆಂಟಿ ಕಮ್ಯುನಲ್ ಫೋರ್ಸ್ ಆಗಿ ಕನ್ವರ್ಟ್ ಮಾಡಿ ಅವರಿಗೇನೆಲ್ಲ ಹೆಚ್ಚು ಅಧಿಕಾರ ಬೇಕು ಮತ್ತು ಅವ್ರಿಗೆ ಬೇಕು ಎಲ್ಲ ಸವಲತ್ತುಗಳು ಬೇಕು ಅದೆಲ್ಲ ಕೊಟ್ಟು ನಾವು ಈಗ ಅದನ್ನ ಪ್ರಾರಂಭ ಮಾಡ್ತೀವಿ. അന്വേഷണത്തിനായി ഡിവൈഎസ്പി വിജയ് പ്രകാശിന്റെ നേതൃത്വത്തിലാണ് 5 അംഗ പ്രത്യേക സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ചിന്റെയും ബണ്ട്വാൾ റൂറൽ പോലീസിന്റെയും സംയുക്ത ഏകോപനത്തോടെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.